സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറേ ബേസിക്സ് എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൻ്റെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി. ഓക്കെ, നമുക്കിനി നമ്മൾ ആ ഒരു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ പ്രധാന അല്ലെങ്കിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിലേക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ പോകാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ചെറിയ 1-2 ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും, പക്ഷേ അതൊന്ന് ഒരു ഇക്വേഷൻ ഫോർമാറ്റിൽ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന നോക്കാം. ഡിഫോർമേഷൻ അണ്ടർ ആക്സിയൽ ലോഡ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു നമ്മൾ ആക്സിയലായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ടെൻസൈൽ ലോഡൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൈൽഡ് സ്റ്റീൽ ലോഡൊക്കെ ആണെങ്കിൽ അതിന് ഡിഫോർമേഷൻ സംഭവിക്കും അല്ലേ. എന്താണ് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത്ര ലെങ്ത്തിലുള്ള ഒരു മൈൽഡ് സ്റ്റീൽ ലോഡാണെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ ഡയറക്ഷനിലേക്കും നമ്മൾ എന്ത് ചെയ്യും, ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അതിന് നീളം കൂടും അല്ലേ. നീളം കൂടുമ്പോൾ നീളം ഇങ്ങനെ കൂടി വരും. ഇതാണ് നമ്മൾ ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഷേപ്പിലുണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മൾ ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. നീളം കൂടുന്നുണ്ടായിരിക്കും, അതുപോലെ അതിൻ്റെ ഒരു എന്താ പറയുക വിടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ കുറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതിനാണ് നമ്മുടെ ഒരു ബോഡിയുടെ ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ആക്സിയൽ ലോഡ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫോർമേഷൻ എങ്ങനെ സംഭവിക്കുന്നു അതിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും അതിന് ഡിഫോർമേഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ അവിടെ ആ ഡിഫോർമേഷൻ സംഭവിക്കുമ്പോൾ എത്രത്തോളം സ്ട്രെസ്സായിരിക്കും അതിൻ്റെ അകത്ത് രൂപപ്പെട്ടുണ്ടായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ഡിഫോർമേഷൻ സംഭവിച്ച ആ ലെങ്ത്ത് എങ്ങനെയായിരിക്കും ഫൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ഒരു ഫോർമുല പഠിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഏരിയയിൽ വരുന്ന പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നോക്കാം. കൺസിഡർ എ ബോഡി സബ്ജക്റ്റഡ് ടു ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോഡിയുടെ മേലെ നമ്മൾ ഈ ഡയറക്ഷനിലേക്കും ഈ ഡയറക്ഷൻ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, അവിടെ ടെൻസൈൽ സ്ട്രെസ് അതിൻ്റെ മേലെ അകത്ത് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ബോഡിയിൽ നമ്മൾ ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യും. അപ്പോൾ കൊടുക്കുന്ന ആ ഒരു ഫോഴ്സിനെ നമുക്ക് പി വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് അല്ലെങ്കിൽ ഫോഴ്സിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ പി വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ആ ഒരു ബോഡിയുടെ ലെങ്ത്ത് ഇവിടെ കാണുന്നതായിരിക്കും. ലെങ്ത്ത് ഓഫ് ദ ബോഡി എൽ വെച്ച് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ലെങ്ത്ത് ഓഫ് ദ ബോഡി നമുക്കിവിടെ ഇപ്പോൾ സ്മോൾ ലെറ്റർ വെച്ച് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലെറ്റർ എ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു ബോഡിയുടെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ഓക്കെ, ആ ലെറ്റർ എ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ബോഡിയാണ്. സിഗ്മ നമുക്കറിയാം എന്താണ്, സ്ട്രെസ്സാണ് ആ ബോഡിക്കകത്ത് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന അല്ലേ. ആ ഒരു ബോഡിക്കകത്ത് ആ ഒരു ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ്സാണ് സിഗ്മ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഫോർ ദ മെറ്റീരിയൽ ഓഫ് ദ ബോഡി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ഈ എന്ന് പറയുന്നത് എന്താണ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ്. ആ ഒരു ബോഡീൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് ക്യാപിറ്റൽ ലെറ്റർ ഇ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അബ്സിലോൺ അല്ലെ. അബ്സിലോൺ എന്ന് പറഞ്ഞാൽ സ്ട്രെയിനാണ്. ഓക്കെ, പിന്നെ അടുത്താണ് ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത്ര ലെങ്ത്ത് ഉണ്ടായിരുന്ന ബോഡി നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ലെങ്ത്ത് കൂടി. അപ്പോൾ ഇവിടെ കൂടിയ ലെങ്ത്ത് ഇത്രയും വരുന്ന ആ ഒരു ലെങ്ത്ത് കൂടിയിട്ടുണ്ട് അല്ലേ. അതാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഓരോ ടേംസ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഓരോന്ന് ഓർത്തൊക്കെ. പി എന്ന് പറയുന്ന അപ്ലൈ ചെയ്യുന്ന ലോഡാണ് അല്ലെങ്കിൽ ഫോഴ്സാണ്. എൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത്താണ്. എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ബോഡിയുടെ. സിഗ്മ എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ്സാണ്, ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ്. ഇ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ്. അബ്സിലോൺ എന്ന് പറഞ്ഞാൽ സ്ട്രെയിനാണ് നമുക്കറിയാം. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ഡിഫോർമേഷൻ ഓഫ് ദ ബോഡി, അതായത് ചേഞ്ച് ഇൻ ലെങ്ത്താണ് അല്ലെ. ലെങ്ത്ത് കൂടി, അതായത് എത്ര വ്യത്യാസം ഉണ്ടായത്, ഡെൽറ്റ ലെങ്ത്താണ് കൂടിയത്. അപ്പോൾ ഡെൽറ്റ എൽ എന്ന് വിളിച്ചാൽ ഡിഫോർമേഷൻ ഓഫ് ദ ബോഡിയാണ്. നമ്മൾ മുന്നേ പഠിച്ച ഇക്വേഷനാണ് സിഗ്മ ഈക്വൽ ടു പി ബൈ ആണ് അല്ലേ. ലോഡ് ബൈ ഏരിയ ചെയ്താൽ നമുക്ക് അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ നമ്മൾ സ്ട്രെയിൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. അബ്സിലോൺ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ അല്ലേ. അതായത് ചേഞ്ച് ഇൻ ലെങ്ത്ത് ബൈ ഒറിജിനൽ ലെങ്ത്ത് ആണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സിഗ്മ ഈക്വൽ ടു ഇ ഇൻറ്റു അബ്സിലോൺ. ഇങ്ങനൊരു ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ നോക്കാം. ഓക്കെ, നമ്മളിതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസാണ്. സിഗ്മ ഈക്വൽ ടു പി ബൈ എ, അബ്സിലോൺ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ അഥവാ സ്ട്രെയിനാണ്. ചേഞ്ച് ഇൻ ലെങ്ത്ത് ബൈ ലെങ്ത്ത്. സിഗ്മ ഈക്വൽ ടു ഇ ഇൻറ്റു അബ്സിലോൺ അല്ലേ.
അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെ പറയാൻ പറ്റും. അതായത് അബ്സിലോൺ ഈക്വൽ ടു എന്ത് എഴുതാം? അല്ല, അബ്സിലോൺ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അബ്സിലോൺ ഈക്വൽ ടു അല്ലേ ഈ ഇങ്ങോട്ട് വരുമ്പോൾ സിഗ്മ ബൈ ഇ ആവും അല്ലേ. അബ്സിലോൺ ഈക്വൽ ടു സിഗ്മ ബൈ ഇ ആവും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കാം. സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് വെലോസിറ്റി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെയാണ് വന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക. അബ്സിലോൺ ഈക്വൽ ടു സിഗ്മ ബൈ ഇ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു അബ്സിലോൺ ഈക്വൽ ടു സിഗ്മ ബൈ ഇ എന്ന് പറഞ്ഞു അല്ലേ. നമുക്കറിയാം സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? പി ബൈ എ ആണ് അല്ലേ, ലോഡ് ബൈ ഏരിയ ആണ്. ഓൾ ഡിവൈഡ് ബൈ ഇ ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? വെറും ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഇ ബൈ 1 ആണ്. അപ്പോൾ നമ്മളിതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ആണെങ്കിൽ പി ബൈ എ അവിടെ ഉണ്ട്, ഇ മേലേക്ക് വരും, ഈ 1 മേലേക്ക് പോകും. അപ്പോൾ പി ഇൻറ്റു 1 ഡിവൈഡ് ബൈ എ ഇൻറ്റു ഇ വരും. അതായത് പി ബൈ എ ഇ വരും അല്ലേ. അതായത് അബ്സിലോൺ ഈക്വൽ ടു പി ബൈ എ ഇ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും, കണ്ടോ? അബ്സിലോൺ ഈക്വൽ ടു സിഗ്മ ബൈ ഇ അല്ലെങ്കിൽ നമുക്ക് പി ബൈ എ ഇ എന്ന് പറയാം. അപ്പോൾ സ്റ്റെപ്പ് എങ്ങനെ വന്നാൽ കൃത്യമായിട്ടും അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു അബ്സിലോൺ എന്ന് പറഞ്ഞാൽ അല്ലേ, അബ്സിലോൺ എന്ന് പറഞ്ഞാൽ പി ബൈ എ ഇ ആണ്. അപ്പോൾ നമുക്കറിയാം അബ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ ആണ്, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് അല്ലേ. അപ്പോൾ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എങ്ങനെ പറയാം? ഡെൽറ്റ എല്ലിലേക്ക് നമുക്ക് എഴുതാം, ഈ എൽ മേലേക്ക് വരുമ്പോൾ അബ്സിലോൺ ഇൻറ്റു എൽ ആവും അല്ലേ. അതായത് അബ്സിലോൺ ഇൻറ്റു എൽ ഈക്വൽ ടു നമുക്ക് എന്ത് വിളിക്കാം? ഡെൽറ്റ എൽ എന്ന് പറയാം. അബ്സിലോൺ ഇൻറ്റു എൽ ഈക്വൽ ടു നമുക്ക് അബ്സിലോണിൻ്റെ എൽ ഈക്വൽ ടു നമുക്ക് ഡെൽറ്റ എൽ എന്ന് വിളിക്കാം. അതാണ് നമുക്ക് ഇവിടെ കാണുന്നിരിക്കുക, ഡെൽറ്റ എൽ ഈക്വൽ ടു അബ്സിലോൺ ഇൻറ്റു എൽ. ഓക്കെ, നമ്മൾ നേരത്തെ ഓൾറെഡി അബ്സിലോൺ അല്ലേ, അബ്സിലോൺ എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ ഇ എന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. അതുപോലെ പി ബൈ എ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. സിഗ്മ ബൈ ഇ എന്നോ അല്ലെങ്കിൽ പി ബൈ എ എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം, നമ്മൾ ഡെൽറ്റ എല്ലിന് ഇവിടെ ഒരു ടേം കിട്ടിയിട്ടുണ്ട്, അബ്സിലോൺ ഇൻറ്റു എൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞു ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ അബ്സിലോൺ ഇൻറ്റു എൽ. ഓക്കെ, നമ്മളെന്ത് ചെയ്യാൻ പോവാണ്? ഈ അബ്സിലോണിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമുക്ക് ഇവിടെ അറിയാവുന്ന ഈ ഒരു കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അബ്സിലോണിൻ്റെ സ്ഥാനത്ത് അബ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ ബൈ ഇ ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാണ്? ഈ അബ്സിലോണിന് പകരം എന്ത് ചെയ്യാണ്? അബ്സിലോൺ ഈക്വൽ ടു നമുക്കറിയാം സിഗ്മ ബൈ ഇ ആണ്. അപ്പോൾ അബ്സിലോണിന് പകരം സിഗ്മ ബൈ ഇ എഴുതി ഇൻറ്റു എൽ. ഓക്കെ, അപ്പോൾ എന്തായി മാറും? സിഗ്മ ഇൻറ്റു എൽ അല്ലെങ്കിൽ സിഗ്മ എൽ ബൈ ഇ. ഡെൽറ്റ എൽ ഈക്വൽ ടു നമുക്ക് എന്ത് വിളിക്കാം? സിഗ്മ എൽ ബൈ ഇ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഇക്വേഷനൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ടായിരിക്കാം കേട്ടോ. ഡെൽറ്റ എൽ ഈക്വൽ ടു നമ്മൾ അബ്സിലോണിൻ്റെ എൽ പറഞ്ഞു, ഈക്വൽ ടു നമുക്ക് സിഗ്മ എൽ ബൈ ഇ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കണം ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നുള്ളത് ഇവിടെ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ഇനി നോക്കുക, നമുക്ക് ഫൈനലി എന്ത് കിട്ടി? സിഗ്മ എൽ ഡിവൈഡ് ബൈ ഇ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു സിഗ്മ ബൈ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ബൈ എ ഇ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ സിഗ്മ ബൈ ഇ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു എല്ലും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ സിഗ്മ ബൈ ഇൻ്റെ കൂടെ ഒരു എല്ലും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. അതിൻ്റെ അർത്ഥം എന്ത് ചെയ്താൽ മതി? സിഗ്മ ബൈ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ബൈ എ ഇ ആണല്ലോ. അപ്പോൾ പി ബൈ എ ഇൻ്റെ കൂടെ എന്ത് ചെയ്യാം? മേലെ ഇവിടെ വന്നുള്ള എല്ലും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വേഷൻ പി എൽ ബൈ എ ഇ ആവും. ഓക്കെ, ഇക്വേഷൻ പി എൽ ബൈ എ ഇ ആവും. ആ ഇക്വേഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഓക്കെ, പി എൽ ബൈ എ ഇ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് എങ്ങനെയാണ് വന്നതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഓരോ ടേംസും എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായാൽ നമുക്ക് എല്ലാ ഇക്വേഷനും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളിനി പ്രോബ്ലം ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻസാണ് നമുക്ക് ആവശ്യമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ വന്ന വഴി നമുക്കറിയാമെങ്കിൽ നമുക്ക് പഠിച്ചു വെച്ചാൽ മറന്നുപോയാലും നമുക്ക് സ്വന്തമായിട്ട് ആ ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻസാണ് ഇത്രയും കാണുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി അത്രയും കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. വെറുതെ കണ്ടുപോയിട്ട് കാര്യമില്ല. പറയുന്ന ഓരോ സ്റ്റെപ്പുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
അല്ലെങ്കിൽ ചിലപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും ക്ലാസ്, പക്ഷേ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോട്ട്ബുക്കിൽ ഓരോ സ്റ്റെപ്പും എഴുതി വെക്കുമ്പോൾ നമുക്ക് ആ വന്ന വഴിയെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉണ്ടാവും. ഓക്കെ, നമുക്കിനി ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. എ സ്റ്റീൽ റോഡ് നോക്കുക കേട്ടോ. എ സ്റ്റീൽ റോഡ് 1 മീറ്റർ ലോങ്. അപ്പോൾ ഒരു സ്റ്റീൽ റോഡ് എന്താണ്? 1 മീറ്റർ ലെങ്ത്ത് ഉള്ള നീളമുള്ള ഒരു സ്റ്റീൽ റോഡ് ഉണ്ട്. ആൻഡ് 20 mm × 20 mm ഇൻ ക്രോസ് സെക്ഷൻ അല്ലേ. 1 മീറ്റർ ലെങ്ത്ത് ഉള്ള സ്റ്റീൽ റോഡ് എന്ന് പറയുമ്പോൾ അവിടെ 20 mm × 20 mm ഇൻ ക്രോസ് സെക്ഷൻ പറഞ്ഞാൽ എന്താണ്? അത് ശരിക്കും സ്ക്വയർ ഷേപ്പുള്ള സ്റ്റീൽ റോഡാണ് അല്ലേ. 20 mm × 20 mm എന്ന് പറഞ്ഞാൽ നീളവും വീതിയും അല്ലെങ്കിൽ ഹൈറ്റും ഒക്കെ 20 mm ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ലെങ്ത്ത് 1 മീറ്റർ. ഓക്കെ, ക്വസ്റ്റ്യൻ പ്രകാരം നമ്മുടെ ആ ഒരു സ്റ്റീൽ റോഡിൻ്റെ രൂപം എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കാം? ഓക്കെ, 20 mm × 20 mm എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീളം വീതി, അതായത് സ്ക്വയർ സെക്ഷനുള്ള ക്രോസ് സെക്ഷനുള്ള ഒരു റോഡാണ്. 1 മീറ്റർ ലെങ്ത്താണെന്ന് പറയുമ്പോൾ അതിൻ്റെ നീളം ഇത്രയും വരുന്ന നീളമാണ് 1 മീറ്റർ. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈസ് സബ്ജക്റ്റഡ് ടു എ ടെൻസൈൽ ഫോഴ്സ് ഓഫ് 40 kN. ഓക്കെ, അപ്പോൾ എന്താണ് ടെൻസൈൽ ഫോഴ്സ് നമുക്ക് അറിയണം അല്ലേ. നമുക്കറിയാം ഇങ്ങനെ ഈ ഡയറക്ഷനിലേക്കും കൊടുക്കുന്ന ഫോഴ്സാണ് ടെൻസൈൽ ഫോഴ്സ്. ഓക്കെ, നമുക്കിവിടെ പി വെച്ച് കൊടുക്കാം. അപ്പോൾ 40 kN ഫോഴ്സാണ് കൊടുക്കുന്നത് അല്ല. അതിൻ്റെ അർത്ഥം ഈ പി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നത് 40 kN ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നതും 40 kN. പിടിച്ച് വലിക്കുകയാണല്ലേ, നമ്മളതിനെ ഡിഫോം ചെയ്യണം. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ഡിറ്റർമിൻ ദ ഇലോങ്ങേഷൻ ഓഫ് ദ റോഡ്. അപ്പോൾ നമ്മൾ പഠിച്ച പോലെ ആദ്യം ഇപ്പോൾ 1 മീറ്ററുള്ള റോഡാണെങ്കിൽ നമ്മളതിനെ പിടിച്ച് വലിക്കുമ്പോൾ അതിൻ്റെ നീളം കൂടും, അതേപോലെ ക്രോസ് സെക്ഷൻ കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഡിഫോർമേഷനാണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ഡിറ്റർമിൻ ദ ഡിഫോർമേഷൻ ഓഫ് ദ റോഡ്. അതായത് ഈ കൂടിയിട്ടുള്ള ഈ ഡിഫോർമേഷൻ, ഈ ലെങ്ത്താണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഫോർ ദ റോഡ് മെറ്റീരിയൽ ഈസ് 200 GPa. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഈ തന്നിട്ടുണ്ടല്ലേ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ഈ 200 GPa തന്നിട്ടുണ്ട്. ഓക്കെ, 200 GPa നമുക്ക് ക്വസ്റ്റ്യനിൽ ഈ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? ഡിറ്റർമിൻ ദ ഇലോങ്ങേഷൻ ഓഫ് ദ റോഡ്. നമുക്കറിയാം ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ Δl ആണ്. ചേഞ്ച് ഇൻ ലെങ്ത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇത്രയും ഡാറ്റാസാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡാറ്റാസ് വെച്ചിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഇക്വേഷൻസ് എല്ലാം പഠിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പഠിച്ച ഇക്വേഷനാണ് Δl = PL/AE ആണ്. ഒരു ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയല്ലോ, നമ്മൾ ഓർമ്മ ഉണ്ടാവും. ഓക്കെ, Δl എന്ന് പറഞ്ഞാൽ അല്ലേ, Δl എന്ന് പറഞ്ഞാൽ ഒന്നിൽ അബ്സിലോൺ L എന്ന് പറയാം, സിഗ്മ L/E എന്ന് പറയാം, അല്ലെങ്കിൽ PL/AE. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റും. Δl = PL/AE ആണ്. നമുക്കിതിൽ ഓരോ ടേംസ് നോക്കാം, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. പി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 40 kN അല്ലേ. പി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 40 kN ആണ്. L തന്നിട്ടുണ്ട്, L ലെങ്ത്താണ് 1 മീറ്റർ ആണ്. പിന്നെ ഈ തന്നിട്ടുണ്ട് 200 GPa ആണ്. പിന്നെ ഇവിടെ നോക്കാം എ നോക്കാം. എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ എന്താ ചെയ്യാം? ഏരിയ കാണാൻ നമുക്ക് ഇത് വെച്ച് നമുക്ക് ഏരിയ കാണാൻ പറ്റും, കാരണം സ്ക്വയർ സെക്ഷനുള്ള റോഡാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഏരിയ കാണാൻ നമുക്ക് 20 × 20 ചെയ്ത് നമുക്ക് അതിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ നമുക്കിതിൽ എല്ലാ ഡാറ്റാസും അവൈലബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് Δl ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കുറച്ച് യൂണിറ്റ് കൺവേർഷൻസ് വരുന്നുണ്ട്. നമുക്കിവിടെ ലെങ്ത്ത് മീറ്ററിൽ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? അതിനെ mm കൺവേർട്ട് ചെയ്യാം. ഓക്കെ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 mm ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ mm കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1 മീറ്റർ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 1നെ mm മാറ്റാൻ, 1 മീറ്റർ mm മാറ്റാൻ എന്ത് ചെയ്യണം? 1 എങ്ങനെയാണ് 1000 ആവുന്നത്? 1നെ 1000 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 1000 ആണ്. അതിൻ്റെ അർത്ഥം മീറ്ററിനെ mm എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നേരെ തിരിച്ച് ചെയ്യണമെങ്കിലോ mm നമുക്ക് തിരിച്ച് മീറ്ററിലേക്ക് ആക്കണം വിചാരിക്കുക. എന്തെങ്കിലും വരും? /1000 ചെയ്താൽ മതി. ഓക്കെ, ഇനി അതേപോലെ മീറ്ററിന് നമുക്ക് സെൻറ്റിമീറ്റർ ആക്കണം വിചാരിക്കുക. എന്ത് ചെയ്യേണ്ടി വരും? അല്ല, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്.
അപ്പോൾ ഒന്നിനെങ്ങനെ 100 ആക്കുക? ഒന്നിനെ 100 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൻ്റെ അർത്ഥം മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നേരെ തിരിച്ചാണെങ്കിലോ സെൻറ്റിമീറ്റർ മീറ്റർ ആക്കാൻ 100 എങ്ങനെ 1 ആക്കുക? 100 1 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ബൈ 100 ചെയ്യാം. ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ത്രൂ ഔട്ട് ഈ ഒരു സബ്ജക്റ്റിൽ മാത്രമല്ല, നമുക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന എല്ലാ സബ്ജക്റ്റിലും നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 1 മീറ്ററിനെ എമ്മിലേക്ക് മാറ്റുമ്പോൾ 1 × 1000 അത് 1000 mm ആയിരിക്കും. ഓക്കെ, നമ്മൾ ലെങ്ത്തിനെ നമ്മൾ മീറ്റർ MM-ലേക്ക് മാറ്റി, മീറ്ററിനെ MM-ലേക്ക് മാറ്റി. ഇനി ക്രോസ് സെക്ഷനിലെ ഏരിയ എന്ത് ചെയ്താൽ മതി? നേരത്തെ പറഞ്ഞ പോലെ 20 × 20 ചെയ്യുക. അപ്പോൾ നമുക്ക് 400 കിട്ടും. അതിൻ്റെ യൂണിറ്റ് എന്താണ്? MM × MM² കിട്ടും. അപ്പോൾ 400 mm² കൂടി കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ടെൻസൈൽ ഫോഴ്സ് പറഞ്ഞിട്ടുണ്ട് 40 kN. അപ്പോൾ കിലോ ന്യൂട്ടനെ ന്യൂട്ടനാക്കാൻ എന്ത് ചെയ്യാം? നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 1000 എന്ന് പറയുന്നതിന് ഈക്വലാണ് 10⁻³ ഈക്വലാണ്. ഓക്കെ, ന്യൂട്ടനെ ന്യൂട്ടനാക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അഥവാ ന്യൂട്ടനെ കിലോമീറ്ററാക്കാൻ എന്ത് ചെയ്യേണ്ടി വരും? 1000 കൊണ്ട് ഡിവൈഡ് ആയിരിക്കും ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ലോജിക്ക് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മൾ 40 kN ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തു. 40 × 1000 അല്ലെങ്കിൽ 40 × 10⁻³ ഇത് നമുക്ക് ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ആയി. പിന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 200 GPa ഓക്കെ, 200 GPa തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മെഗാപാസ്കൽ അഥവാ Nm/mm² മാറ്റാം. ഓക്കെ, മെഗാപാസ്കൽ അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരല്ല, ഇതിന് നമുക്ക് വേണമെങ്കിൽ Nm/mm² എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പോൾ മെഗാപാസ്കലും Nm/mm² രണ്ടും സെയിം ആണ്. അപ്പോൾ എന്ത് 200 GPa നമുക്ക് Nm/mm² അഥവാ മെഗാപാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ GPaനെ മെഗാപാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നേരെ തിരിച്ചാണെങ്കിലോ മെഗാപാസ്കലിനെ GPaലേക്ക് എന്ത് ചെയ്യാം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അതേപോലെ തന്നെ മെഗാപാസ്കലിനെ കിലോപാസ്കലാക്കാൻ പറ്റും. സെയിം മെഗാപാസ്കലിന് കിലോപാസ്കലൊക്കെ എന്ത് ചെയ്യുക? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നേരെ തിരിച്ച് കിലോപാസ്കലിന് മെഗാപാസ്കലിനാക്കാനോ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. നേരെ അതേപോലെ നമുക്ക് ഇവിടെ നോക്കാം. GPaനെ കിലോപാസ്കലാക്കാൻ വിചാരിക്കുക, എന്ത് ചെയ്യേണ്ടി വരും? ഈ 1000 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെയും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെയും 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ. അതിൻ്റെ അർത്ഥം 10⁻6 കൊണ്ട് അല്ലെ 10⁻3 10⁻3 + 10⁻3 × 10⁻3 പറയുമ്പോൾ 10⁻6. ഓക്കെ, അപ്പോൾ GPaനെ കിലോപാസ്കലാക്കാൻ 10⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നേരെ തിരിച്ചിങ്ങോട്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ 1000 × 1000. അതിനാണ് 10⁻⁻6 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോജിക്ക് നിർബന്ധമാണ്. നമുക്ക് എല്ലാ സബ്ജക്റ്റിലും പ്രോബ്ലംസ് വരുന്ന എല്ലാ സബ്ജക്റ്റിലും ഈ ഒരു ലോജിക്ക് നമുക്ക് അറിയണം. അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളതിനെ ഈ GPaനെ Nm/mm² അഥവാ മെഗാപാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്ത് ചെയ്തു? 200 × 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷനിലേക്ക് ΔL = ഫസ്റ്റ് എന്ത് ചെയ്യുക? P ആണ്. P എന്ന് പറഞ്ഞാൽ 40 kN ആയിരുന്നു. 40 × 10⁻³ Nm/mm² ആണ്. ഇൻറ്റു L എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആയിരുന്നു. 1 × 10⁻³ അഥവാ 1000 ആണ് അല്ലേ? അപ്പോൾ PL എഴുതി. എത്രയാണ്? 20 × 20 നമുക്ക് 400 mm² കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു E എന്ന് പറഞ്ഞാൽ 200 × 10⁻. ഇവിടെ ഏതെങ്കിലും മാറിപ്പോയിട്ടുണ്ട്. 200 GPaനെ മെഗാപാസ്കലിന് അഥവാ Nm/mm² നോക്കുമ്പോൾ 200 × 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫൈനലി ആൻസർ കിട്ടുന്നതായിരിക്കാം 0.5 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ചേഞ്ച് ഇൻ ലെങ്ത്ത് പറഞ്ഞാൽ 0.5 മീറ്ററാണ് അവിടെ വേരിയേഷൻ ഉണ്ടായിരിക്കാം. അതായത് 1 മീറ്റർ ലെങ്ത്തുള്ള റോഡ് എന്തായി മാറി 1/2 മീറ്ററും കൂടി ഇൻക്രീസ് ചെയ്തു അത്രയും ലോഡ് കൊടുത്തപ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചേഞ്ച് ഇൻ ലെങ്ത്താണ് നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇത് ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇനി ഒരു പ്രോബ്ലം 2 പ്രോബ്ലംസ് കൂടി നോക്കാനുണ്ട് ഈ ടോപ്പിക്കിൽ.
നമുക്ക് എന്ത് ചെയ്യാം, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള യൂണിറ്റ് കൺവേർഷൻസൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ആ കാര്യങ്ങൾ നമുക്ക് എന്തായാലും പറഞ്ഞാൽ ഏത് സബ്ജക്റ്റിലും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കും. ഓക്കെ, നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.